ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു എല്ലാവരും. നമ്മളന്ന് ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങിയത് കേട്ടോ. വലിയ ദൂരമൊന്നും പോകുന്നില്ല, അടുത്ത് തന്നെ ഒരു അനിയത്തിയുടെ വീടുണ്ട് ഷാർജ മൊയിലിൽ. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ നമ്മൾ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ അൽത്തല്ല, അജ്മാൻ അൽത്തല്ലയിലെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലാണ് കേട്ടോ റൈറ്റ് സൈഡിൽ, നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു മാള് പോലിട്ടുണ്ട്, അതിൽ പല കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. വിവ അങ്ങനെ സിറ്റി പോലത്തല്ല എന്ന് പറയും. പക്ഷെ കുറേ പ്രൊമോഷൻ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ട്, യൂട്യൂബേഴ്സ് അല്ല ടിക്ടോക്കേഴ്സ് വന്നിട്ട് പ്രൊമോഷൻ ചെയ്യുന്നത് കേട്ടോ. അവിടെ കുറേ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുക്ക യൂണിവേഴ്സിറ്റി ആണ്, അജ്മാനിലെ യൂണിവേഴ്സിറ്റി. അത് നമ്മൾ എമിറേറ്റ്സ് റോഡ് വഴിയായിട്ട് പോണത്. അത് നമ്മൾ ഈ നേരത്തെ ഇറങ്ങുന്ന ചിലർക്ക് ലേറ്റ് ആയിട്ടാണ് എത്തുക, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്തുക. പിന്നെ ലീവ് ഉണ്ടാവില്ല, എല്ലാ വർക്കിംഗ് ഡേയ്സാണ്, എല്ലാ 7 ഡേയ്സും. അപ്പോൾ ഒരു 10-10:30 പല ടൈമിലായിട്ട് വരിക. അപ്പോൾ ഈ ടൈമിൽ ഇറങ്ങണമെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് വന്നവരുണ്ടല്ലോ, ഉപ്പയും അനിയത്തിയും. അപ്പോൾ അതിൽ പല അനിയൻ്റെ വൈഫുണ്ട്. അപ്പോൾ അവർ ആദ്യമായിട്ട് വരുന്നതാണ്. ബാക്കിയുള്ളവരൊക്കെ വന്ന് കണ്ട സ്ഥലങ്ങളെല്ലായിടത്തും. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈമിൽ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ടൈമിൽ കാണാൻ പറ്റുന്നത് ഈ പാർക്കും അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളല്ലേ, ചിലതൊക്കെ പകൽ പോയി കാണേണ്ട സ്ഥലങ്ങളല്ലേ, അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും കൊണ്ട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നേരത്തെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവർ അനിയത്തി വീട്ടിൽ പോവുകയും ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങിപ്പോയി എമിറേറ്റ്സ് റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പകലൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഫ്രീ ആവുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ട് കാണിച്ചു കൊടുക്കണം. കാരണം 1 മന്തല്ലേ ഉള്ളൂ. 1 മന്തൊക്കെ പറയുമ്പോഴത്തേന് വന്നിറങ്ങി 2 ദിവസം കഴിയുമ്പോഴത്തേന് പോകാനുള്ള ടൈമാവും, പെട്ടെന്ന് ടൈം പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ സാഹിയ സിറ്റി സെൻ്റർ കേട്ടോ. നമ്മളെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് അൽ സാഹിയ, പുതിയതാണ്, പുതിയ വെച്ചാൽ 1-2 വർഷമായിട്ടുണ്ടാവും. നല്ല ഒരു സ്ഥലം കേട്ടോ അത്. അവിടെ സിറ്റി സെൻ്ററിൻ്റെ രസമാണ് അവിടെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളധികം ഈ എല്ലാവരും ഇറങ്ങുന്ന സമയത്തായിട്ട് നമ്മൾ ഇറങ്ങുക വെച്ചാൽ ടൈമിൻ്റെ ഒരു ഡ്യൂട്ടിയുടെ പ്രശ്നം, ഇത് ടൈം കാര്യങ്ങൾ കൊണ്ട്. പക്ഷേ രസമാണ്. നമ്മളിറങ്ങുമ്പോൾ ഒരു മനുഷ്യന്മാരും ഉണ്ടാവില്ല, എല്ലാവരും ഡ്യൂട്ടിക്കുള്ളവരുണ്ടല്ലോ. ഡ്യൂട്ടിക്കുള്ളതുകൊണ്ട് എല്ലാവരും നേരത്തെ പോയി കിടന്നുറങ്ങുമല്ലോ, രാവിലെ എണീറ്റ് പോകാനുള്ള എല്ലാവരും ഉണ്ടാവുക. വീക്ക് ഡേയ്സ് ആണെങ്കിൽ പിന്നെയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് കയറി അങ്ങനെ പോകേണ്ടത്. ഒരു തിരക്കും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ 10-15 മിനിറ്റ് കൊണ്ട് അവരെ വീട്ടിലെത്തും. ഷാർജ മൊബൈലിലാണ് കേട്ടോ. അതാ റൈറ്റ് സൈഡിൽ ഷാർജ സഫാരി മാള്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഈ ഉള്ളവർക്ക് ഷാർജ സഫാരി മാള്. ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ അവരുടെ റൂമും എൻ്റെ ഉപ്പിയമ്മയും ഒക്കെ ഉള്ളതും അടുത്ത് തന്നെയാണ്. ഇതിൻ്റെ സഫാരി മാള് കഴിഞ്ഞ് കുറച്ച് പോയാൽ ഉപ്പയമ്മയും താമസിക്കുന്നുണ്ട്. ഇത് ഇവരെ സിസ്റ്റർ വീട്ടിൽ കേട്ടോ പോണത്. കാരണം അവർ വന്നിട്ട് പോയില്ല, അവരിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ അതും പോവാം. പിന്നെ ജസ്റ്റ് ഇവിടെ പാർക്കും അങ്ങനെയുള്ളതൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പോകുന്നത് പാർക്കിൽ കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവർ സിസ്റ്റർ വീട്ടാകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. വീട്ടിൽ നിന്നിറങ്ങി നമ്മൾ പോയത് അൽജാദ പാർക്കിൽ കേട്ടോ. അൽജായ സിറ്റി സെൻ്റർ ഞാൻ കാണിച്ചിരുന്നില്ലേ, അവിടെ നിന്ന് കുറച്ച് പോയിട്ടാണ് അൽജാദ പാർക്ക്. പക്ഷേ നല്ല രസമാട്ടോ അത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പിന്നെ എല്ലാം പാതിര ഇറക്കമായതുകൊണ്ട് എല്ലാവരും ഇറങ്ങി. കാരണം ഈ സമയത്ത് അതിന് റഷ് ഉണ്ടാവില്ല. പക്ഷേ എല്ലാ തിരക്കുള്ള സമയത്ത് വരുമ്പോൾ രസമാണ് കേട്ടോ. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ നേരത്തെ അല്ലട്ടോ നമ്മൾ വരല്. കാരണം നേരത്തൊക്കെ വരലുണ്ട്, അങ്ങനെ ഡ്യൂട്ടി ടൈം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഈ നേരത്തെ വരുന്നത്. പിന്നെ ഇവർക്ക് കാണാത്തവരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടാവും കേട്ടോ. ഈദ് ടൈമിലൊക്കെ നല്ല തിരക്കായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പോൾ ഇതിങ്ങനെ ഡെവലപ്പായി വരണം. അത് ഇത്ര ബിൽഡിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ നല്ല ബിൽഡിങ്സും അവിടെ ഫ്ലാറ്റൊക്കെ ആൾക്കാർ താമസിച്ച് തുടങ്ങി. ആദ്യമൊന്നും ഇത്ര ഫ്ലാറ്റ് ഉണ്ടായിരുന്നില്ല. ഒരു ഓപ്പൺ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ തിയേറ്റർ, കുട്ടികൾക്ക് ഈ കാർട്ടൂൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ നമുക്ക് പാർക്കിങ്ങിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഉള്ളിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. പക്ഷേ എൻ്റെ ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ ക്യാമറ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ. എൻ്റെ ക്യാമറ അത്ര ഒരു ക്ലാരിറ്റിയിൽ അങ്ങനെ കാണില്ല. അപ്പോൾ രസമാണ് കേട്ടോ അങ്ങനെ കാണാൻ. നല്ല രസമുള്ള ഏരിയയാണ്. പക്ഷെ അതിലത്തെ തിരക്ക് കുറവാണെന്നൊന്നും എത്ര
അവരെ വീട്ടിൽ പോയി നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ടൊക്കെയാണ് ഇറങ്ങിയത്. അപ്പം തന്നെ ലേറ്റായിട്ടാണ്. കാരണം പിന്നെ ഇത് ഓപ്പണായിട്ട് കിടക്കുന്ന പാർക്ക് മാത്രമല്ല ഉണ്ടാവുള്ളൂ. ചില പാർക്ക് ക്ലോസ് ചെയ്യും, പക്ഷെ അങ്ങനെ ക്ലോസ് ചെയ്യില്ല, ലൈറ്റൊക്കെ ഓഫ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ വല്ല മാളിൽ പോകാമെന്ന് വിചാരിച്ചാൽ സഫാരി മാൾ നമ്മൾ വരുമ്പോൾ കണ്ടില്ല, അവിടെ അവരൊന്നും അവരെ കണ്ടിട്ടില്ല ഇപ്പം വന്നവർ. അപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയമായി തുടങ്ങി. പിന്നെ അവിടെ പോയിട്ടും കാര്യമില്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് കയറുമ്പോൾ അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ അവിടെ പോയിട്ടൊന്നും കാര്യമില്ല. അപ്പം അങ്ങനെ ഉള്ള സ്ഥലമല്ലേ, അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ അതാണ്ട് കണ്ടു കഴിഞ്ഞല്ലോ. പക്ഷെ ഇത് ഫുൾ ലേറ്റ് രസമാണ്, നല്ല കാണാൻ. ഫുള്ള് ലോക്കൽസും അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ടൈം ആയതുകൊണ്ട് കേട്ടോ അധികം കുറവ്, നല്ല തിരക്കുണ്ടാവും. പാർക്ക് ആ കളിക്കുന്ന ഏരിയയിലാണെങ്കിലും അത് ഞാൻ കാണിച്ചാലും അവിടെ എത്തുന്നില്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നല്ല രസമാണ് കേട്ടോ ആ ഏരിയ, നല്ല തിരക്കുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഈ ടൈം ആയതുകൊണ്ടാണ്, ഒരുപാട് ലേറ്റ് ആയില്ലേ, അതാണ്. നല്ല രസമായിട്ട് ഈ ടൈമിലാണെങ്കിലും ചൂടും കുറവായിരിക്കും, അത്ര ചൂടൊന്നുമില്ല. ഈ ടൈമിലായതുകൊണ്ടാണ് നമുക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ എപ്പോഴും ചൂടുണ്ടാവില്ല. പക്ഷെ നല്ല ചൂടിൻ്റെ സമയമല്ല ഇപ്പോൾ ഇവിടെ. അപ്പോൾ അവർ കളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവരെ ഏരിയയല്ലോ, അപ്പോൾ അവർ കളിക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ പിടിച്ചാൽ കിട്ടില്ല, അപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഫ്രീ ആയി കിടക്കുക, ആരുമില്ല, വില ഉണ്ടാകുന്ന ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും പോയി തുടങ്ങി. പിന്നെ ലൈറ്റും ഇവിടുത്തെ ലൈറ്റൊന്നും അങ്ങനെ ഓഫ് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ അങ്ങനെ ആ സൈഡ് കണ്ട അവിടെ ഇരുട്ട് പോലെ, അവിടെയൊക്കെ ലൈറ്റ് ഇടണം, നല്ല ലൈറ്റ് ഇടുന്നതാണ്. അവരതുമൊക്കെ കയറി കളിക്കുന്നുണ്ട്. ചെറുത് എവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ക്യാമറ പിടിച്ച് നടക്കുന്നതുകൊണ്ടാണ് അതിനെ കാണാത്തത്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടാവും. ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ നോക്കി നിന്നാൽ മതി, അങ്ങനെ ഓടി കളിച്ചോളും. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ തിരക്കില്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ഇങ്ങനെ ഇതായി നടക്കുന്നുണ്ടെങ്കിൽ നേരെ കളിക്കുന്നിടത്ത് ഓടും. ഇവിടെ നല്ല രസമാണ്, ഫോട്ടോ എടുത്താലൊക്കെ നല്ല രസം ഉണ്ടാവാറുണ്ട്. നമ്മൾ എല്ലാ വർഷവും ഫോട്ടോ എടുക്കലുണ്ട്, നല്ല രസമാണ് കാണാൻ. ഇവിടെ അങ്ങനെ ഈ ഗ്രാനൈറ്റ് ഇതുപോലത്തെ നല്ല രസമാണ്. അവിടെ കുറേ ആൾക്കാർ ഫോട്ടോ വന്നിട്ട് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നല്ല രസമാണ് കേട്ടോ. ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല രസമാണ്, നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും തോന്നില്ല. ചിലർ വന്നിട്ട് ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോയി റീൽസൊക്കെ ഇട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മളൊക്കെ കാണുമ്പോൾ ഏതാ ഒരു സ്ഥലം വിചാരിക്കും. ഇതിൻ്റെ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ, അതാ മോൾ ഓടുന്നില്ല ആ ഭാഗമാണ് പ്ലേ ഏരിയ. പക്ഷെ അവിടെ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു കേട്ടോ, കുറേ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇവിടെയൊക്കെ ഈ കാണുന്നതിന് താഴെ വെള്ളം ഇങ്ങനെ താഴ്ത്തുന്ന അങ്ങനെ ചാട് നല്ല കളർ വെള്ളത്തിൽ വാട്ടർഫോൾ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ഇവർ അതിൽ കളിക്കലൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ, ഓഫ് ചെയ്തിട്ടിരിക്കണം. കണ്ട ഈ സൈഡാണ് കേട്ടോ പ്ലേ ഏരിയ. ഊഞ്ഞാലും സ്ലൈഡ് ചെയ്യണതും കളിക്കാതെ പലതരത്തിലുള്ള ഇതൊക്കെ ഉണ്ടോ, ചാടി കളിക്കാൻ പറ്റിയൊക്കെ. പക്ഷെ അവിടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടിരിക്കണം, കാരണം ടൈം കുറേ ലേറ്റ് ആയില്ലേ. പിന്നെ സ്കേറ്റിംഗ് ചെയ്യാണ്ട്, അതാണ് മെയിൻ. ഇവിടെ സ്കേറ്റിംഗ് ചെയ്യാനുള്ള കുറേ സ്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഇന്നൊരു കുട്ടിയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുറേ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പ്രാക്ടീസൊക്കെ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള നമുക്കങ്ങനെ കണ്ടാൽ തന്നെ പേടിയാണ്, നല്ല സ്പീഡിൽ അവരത് ചെയ്യും. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കാണുമ്പോൾ തന്നെ. പക്ഷേ അത്രയും ട്രെയിനിങ് ഉള്ളതുകൊണ്ടാണ് അവരതങ്ങനെ ചെയ്യണത്. അവിടെ ഒരു കുട്ടി ചെയ്യണ്ടായിരുന്നു കേട്ടോ, ഇന്ത്യൻസ് തന്നെയാണ്, ഏത് നാടാ നമുക്കറിയില്ല. ആ കുട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫാദർ അവിടെ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു, അത് അങ്ങനെ സ്കേറ്റ് ചെയ്യണത്. പെൺകുട്ടിയാണ് കേട്ടോ അത്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത്രയും പ്രാക്ടീസ് ഉണ്ടാവും. അപ്പോൾ ഫൈസാനവരൊക്കെ അത് നോക്കിയിരിക്കുന്നത്. ഫൈസാൻ പറയാം അതുപോലെ ചെയ്യണം. ഞാൻ പറഞ്ഞാൽ ഫൈസാനൊക്കെ ചെയ്ത് വിവരം അറിയും. ഒരു ട്രിപ്പ് പോയി വരുന്നതിന് കൈയും കാലും പ്ലാസ്റ്ററിട്ടിരിക്കേണ്ടി വരും അവസരം. കാരണം അവർക്ക് ശരി പ്രാക്ടീസ് കിട്ടിയാൽ കുഴപ്പമില്ല. പക്ഷേ ആ കുട്ടിയൊക്കെ ട്രെയിൻ ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യണ്ടാവുക. നല്ല രസമായിട്ട് അത് ചെയ്യണം, കാണാൻ തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്കേറ്റിംഗ് ചെയ്യാനുള്ള സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. കാരണം നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. കുറേ വട്ടം കുട്ടി ചെയ്തിട്ട് അങ്ങനെ കുറേ നല്ല പ്രാക്ടീസ് ഉണ്ട്, നല്ല കുട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കണ്ട് ഇറങ്ങി. പിന്നെ ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങി. പിന്നെ ഞാൻ അവരെ സിസ്റ്റർ വീട്ടിൽ തന്നെ പോകുന്നത്. അവർ ഫുഡൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് തന്നെ പോവാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ കുറച്ചുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാൻ അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഇവിടെ തിരിച്ചിറങ്ങിയത് ഇവിടെയൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഡെവലപ്പായതായിട്ട് ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ഷോപ്പുകളും എന്തൊക്കെ കുറേ ബിൽഡിങ്സൊക്കെ വന്നിട്ട് ഇതൊക്കെ കുറേ പണി നടക്കുന്നുണ്ട്. കുറേ ആളുകൾ താമസാക്കിയിട്ടുണ്ട്. നല്ല ഈ ടൈമാണെങ്കിലും നല്ല ലൈറ്റും കാര്യങ്ങളും ഇവിടെ അങ്ങനെ റഷ് ഇല്ല എന്നുള്ളൂ, കാരണം ഈ ടൈം ആയതുകൊണ്ട്. പക്ഷെ നല്ല ആ പാർക്കിലൊക്കെ നല്ല തിരക്കുണ്ടാവലുണ്ട് കേട്ടോ. അവിടെ വന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും. വരാത്തവരുണ്ടെങ്കിൽ വന്ന് കാണാം. നല്ല കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്, നല്ല നീറ്റായിട്ട് നല്ല കുറേ ഉണ്ട് കേട്ടോ. ആ ബാക്കിലേക്കൊക്കെ നല്ല ഏരിയ ഉണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റിയതാണെങ്കിലും ഒക്കെ നല്ല ഇതാണ്. ഈദിൻ്റെ സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു. എന്ത് തിരക്ക്, പാർക്കിംഗ് പോലും ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് റഷ് ആയിരുന്നു.
അപ്പോൾ ഷാർജ ഏരിയയിൽ മജുമാലിലോ ഈ ഏത് ഏരിയയിലുള്ളവരാണെങ്കിലും ടൈമൊക്കെ ഇട്ടാണെങ്കിൽ വന്ന് വരിക. കുട്ടികൾക്ക് കളിക്കാൻ നല്ല സ്ഥലമാണ്, ഫോട്ടോ എടുക്കാനാണെങ്കിലും ഒക്കെ. നമുക്കും നടക്കാൻ പറ്റും. നല്ല സ്കേറ്റിങ്ങൊക്കെ നല്ല അറിയുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെ വന്നിട്ട് അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ വന്ന് കാണാം. നമ്മളങ്ങനെ ഇറങ്ങി തിരിച്ച് നമ്മളെ സിസ്റ്റർ വീട്ടിൽ പോയിട്ട് ഫുഡ് റെഡിയാക്കി കഴിച്ചിട്ട് നമ്മളെ റൂമിൽ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ കാണാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.